ഒരു കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചെലന്തിയുടെ ക്ഷമയും. ആദ്യം ഡബിങ്ങിലോട്ട് വരുന്നത് സ്വാസികയ്ക്ക് വേണ്ടി ഒരു പരസ്യത്തിൽ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സീരിയൽ ചെയ്തു, പിന്നെ സിനിമയിലോട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വന്ന ഭാവന. ഫിലിപ്പോസ് അങ്കിളോ ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ പത്മ, അനിയത്തിയ. ആവേശത്തിലെ അമ്മ. മോനെ രംഗമോനെ, മോ ഹാപ്പിയാണോ? ഷാനി പ്രഭാകർ. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി രാജേഷ്. മിമിക്രിയിൽ വന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ആണ് ആദ്യമായിട്ടൊരു ശബ്ദം അനുകരിച്ച് നോക്കുന്നത്. പിന്നെ ആണ് ഇങ്ങനെ കോമഡി ഉത്സവത്തിന്റെ പരസ്യം ടി വിയിൽ കാണുന്നതും ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നതും പോയി ചെയ്ത് ഞാൻ അങ്ങോട്ട് പിന്നെ ഇങ്ങനെ ഒരു ഇഷ്ടമായി തുടങ്ങി. പാർവതി തിരുവോത്ത്. കൂട്ടെന്നെ സ്നേഹിക്കുന്ന ഒരു 1000 ഇരട്ടി ഞാൻ പോയി തന്നെ സ്നേഹിക്കുന്നു. നമിത പ്രമോദ്. അവനെ ഹഗ് ചെയ്തനല്ലേ ഈ കുശുമ്പ്? സോന നായർ. അപ്പൊ സുന്ദരേഷൻ ഇതൊന്നും കേട്ടിട്ടില്ല. സുജയ പാർവതി. വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം NB നികേഷ് കുമാർ എന്ന് പറയുന്നു തീപ്പൊരി റിപ്പോർട്ടർ. എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫാദറും മദറും ഇല്ല. അമ്മ ഇപ്പോൾ 7th വെക്കേഷനായപ്പോൾ അമ്മ മരണപ്പെട്ടു. പിന്നെ അച്ഛനായിരുന്നു നോക്കിയതൊക്കെ. എൻ്റെ മാരേജിന് ശേഷം ഒരു 1 year കഴിഞ്ഞപ്പം അച്ഛന് പോയി. പിന്നെ അനിയനാണുള്ളത്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ കുഞ്ഞുണ്ട്, എനിക്ക് ഇളയൊരു അനിയനുണ്ട്. അപ്പോൾ അവരെ ഞാൻ നോക്കിയാലേ പറ്റുള്ളൂ. അപ്പം ഞാനൊന്ന് ബോൾഡായിട്ട് നിന്ന്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു സൈന സൗത്ത് പ്ലസ്. AI ജീവിക്കാൻ പറ്റാത്തൊരു നാടെന്നൊക്കെ കാണിച്ചു തന്ന ഒരാൾ, അതായത് മിമിക്രി രംഗത്തെ ഒരു രാജ്ഞി തന്നെയാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. യെസ് പ്രീതിമ. ഹായ്. ഇപ്പൊ നമ്മളൊക്കെ പറയാം AI കാലമാണെന്നൊക്കെ. അപ്പം AI ഒന്നും ജീവിക്കാൻ പറ്റാത്ത കാലമാണെന്ന് കാണിച്ചു തന്ന ഒരാളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ. ചുമ്മാ പൊക്കണ്ട, അത്രയ്ക്കൊന്നും ഇല്ല. അതായത് ഇപ്പം ഫീലിങ്സ് എന്ന് പറഞ്ഞൊരു സോങ് ജനങ്ങളെല്ലാം ഏറ്റെടുത്തു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീലിങ്സ് വന്നത് പ്രീതിമയുടെ ഒരു സോഷ്യൽ മീഡിയ വീഡിയോ കണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് അതൊന്ന് പാടി തന്നെ തുടങ്ങിയാലോ? ഓക്കെ. മല്ലിക ബാണന്റെ അമ്പുകളിൽ തുടങ്ങാം അല്ലേ? ആ ഓക്കെ ശരി. ആറണ്ടി കൊസാരി, ഏതണ്ടി കൊസാരി, പൗന്തക്കുവ പതണ്ടി കൊസാരി. നല്ലൊരു കട്ടിയുള്ളൊരു വാക്കാണ്. പടുകൊണ്ട ഓസാരി, മെലികൊണ്ട ഓസാരി, ഏമിത്തി സൊക്ക കൂസണ്ട ഓസാരി, അങ്ങനെന്തോ ആണ്. അത് തന്നെ. ഏല് നോക്കുന്നുട്ടോ യെസാരി യോസാരി, കാല് നോക്കുന്നുട്ടോ ഓസാരി ഓസാരി, നൂവ് പക്ക പ്രേതൻ കെസാരി. അപ്പൊ ഞാൻ പാടുകയാണേ. വച്ചുണ്ടായി ഫീലിങ്സോ വച്ച് വെച്ച് ചെമ്പേസ്റ്റുണ്ടായി ഫീലിങ്സോ. എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ വീഡിയോ വൻ രീതിയിൽ ട്രെൻഡിങ് ആയിരുന്നു. അപ്പം ഈ വീഡിയോയ്ക്ക് ശേഷം വന്ന റെസ്പോൺസുകൾ എങ്ങനെയായിരുന്നു? എല്ലാരും പറഞ്ഞ അടിപൊളിയായി ക്രിയേറ്റീവായിട്ടൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെയൊക്കെ ഇനി ഓരോന്ന് ട്രൈ ചെയ്യാൻ ഓരോരുത്തരൊക്കെ പറയുന്നുണ്ട്. 10 മിനിറ്റിൽ ആർട്ടിസ്റ്റുകളെ ഒറ്റ സ്ട്രെച്ചിലാണ് പ്രീതിമ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ? ഓക്കെ. രജിഷ. വെറുതെ തർക്കിച്ച് ജയിക്കാൻ, എന്നെ ഹേർട്ട് ചെയ്യാനോ ഓരോരോ കാര്യം. പാർവതി തിരുവോത്ത്. കൂട്ടെന്നെ സ്നേഹിക്കുന്ന ഒരു 1000 ഇരട്ടി ഞാൻ പോയി തന്നെ സ്നേഹിക്കുന്നു. നമിത പ്രമോദ്. അവനെ ഹഗ് ചെയ്തനല്ലേ ഈ കുശുമ്പ്? ഷാനി പ്രഭാകർ. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി രാജേഷ്. നേരിട്ടൊരൊറ്റ ചോദ്യം. സോന നായർ. അപ്പൊ സുന്ദരേഷൻ ഇതൊന്നും കേട്ടിട്ടില്ല. സുജയ പാർവതി. സാർ എനിക്കൊരു ഗുരുവാണ്. യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്ക്, മാധ്യമപ്രവർത്തനം എന്നുള്ളൊരു ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം NB നികേഷ് കുമാർ എന്ന് പറയുന്നു തീപ്പൊരി റിപ്പോർട്ടർ. ഭാവന. ഫിലിപ്പോസ് അങ്കിളോ ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ പത്മ, അനിയത്തിയ. മിസ്റ്റർ കുഞ്ഞുവാള് സ്മാർട്ടാട്ടോ, എനിക്കിഷ്ടായി. അനുശ്രീ. നാരായണ മാമനെ ഓമനമായി കൂടാതെ എനിക്ക് വേറെ ആൾക്കുണ്ട് കേട്ടോ ദുബായില്. വിനയ് ഫോർട്ട്. പ്രേമമെന്ന സിനിമ എന്റെ ജീവിതത്തിൽ തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആവേശത്തിലെ അമ്മ. ഹലോ മോനെ രംഗമോനെ, മോ ഹാപ്പിയാണോ? ബിബി മോൻ ഹാപ്പിയാണോ? മോനൊന്ന് ശ്രദ്ധിച്ചോണേ, അവന് പരീക്ഷയൊക്കെ വരുവാ. ഓക്കെ മോനെ. KPSC എഴുതുക. ആഹാ നീയാണോ? എന്താ ദാസപ്പാ? സുരഭി. ഒരു കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചെലന്തിയുടെ ക്ഷമയും കുറുക്കന്റെ കെണിയും പഠിക്കണം. ശൈലജ. ബഹുമാനപ്പെട്ട സ്വരാജ് പറഞ്ഞ പോലെ പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും പെണ്ണിനെന്താണ് കുഴപ്പം? ആണിന്റെ അന്തസ് കാണിച്ചു എന്നാ ലജ്ജയില്ലേ ഷാനിമോൾ ഉസ്മാൻ അടുത്തു നിന്ന് കേൾക്കാൻ ഷാജി പറയുന്നത്? നാഗ ചേച്ചി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ പോവാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചു താണ്ട് ഇങ്ങനെ വെക്കത്തില്ല. ഒന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് പോകാം വരാം. മൊട്ട രാജേന്ദ്രൻ. ஏய் தம்பி, ஒரு ரவுடிக்கு முக்கியமான விஷயம் தெரியுமா? நடி உடை பாவரி நம்ம நடக்கும்போது அப்படி ஒரு பயம் இருக்கணுமா? ചിന്താ ജെറോം. കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല. അഥവാ ഇട്ടാൽ തന്നെ അത് മോഷ്ടിച്ചോണ്ട് പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല. ഇതെന്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്രസംഗമാണ്. മാറുന്ന കേരളീയ യുവത്വം എന്നതിനെ കുറിച്ചായിരുന്നു എൻ്റെ പ്രസംഗം. എൻ്റെ പൊന്ന്, മാസ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. കാരണം എത്ര ആർട്ടിസ്റ്റുകളാണ്
ശബ്ദത്തിലൂടെ വന്നു പോയത്, അതും എല്ലാം പെർഫെക്റ്റ്. ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കാരണം ലൈവായിട്ട് കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീല് തന്നെ. കാരണം ഒറ്റ മൊമെൻറ്റിൽ ഇങ്ങനെയാണ് ക്യാരക്ടേഴ്സ് വന്നു പോയത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാട്ടുകൾ ഇറങ്ങുവാണെങ്കിലും, ഇപ്പോൾ പീലിംഗ് സോങ് ആണെങ്കിലും, ബൊഗൈൻവില്ലയിലെ സോങ് ആണെങ്കിലും, ഭൂലോകം സൃഷ്ടിച്ച കർത്താവിൻ്റെ സ്തുതി നമ്മൾ പ്രീതിമയിലൂടെ കേട്ടപ്പം അത് വേറൊരു ഫീലായിരുന്നു. അപ്പം അതുപോലെ നമുക്കൊരു പാട്ട് പ്രേക്ഷകർക്ക് ഇതുപോലെ കുറേ ആർട്ടിസ്റ്റുകൾ വേറൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുകയാണെങ്കിൽ ഏതൊരു പാട്ടായിരിക്കും ഇപ്പം ലൈവായിട്ടൊന്ന് പാടിക്കൊടുക്കാൻ പോകുന്നത്? ഞാനങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. വാഴ സിനിമയ്ക്കകത്ത ഏ ബനാനെ ഒരു പൂത്തരാമോ, അത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഷീലാമ്മ, പിന്നെ ഷാനി ചേച്ചി, പിന്നെ സുജയ ചേച്ചി, ഭാവന, അമലാപ്പോൾ, ഇത്രയും പേരും ഒന്ന് പാടി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. തേരാ മേരാ ജീവൻ ഏതോ കാലക്കേടിലാണോ, ലോല വായോ പോകാം ലോകം കാണാം, തേരാ പാരാ. ഞെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി ഇവിടെ എത്തി, സിറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കെട്ടി. ഏയ് ബനാനെ ഒരു പൂ തരാമോ, ഏയ് ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിനാൾ വരണ്ടേ, ആളിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ. അപ്പോൾ എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മിമിക്രി? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ മിമിക്രി രംഗത്ത് ഏറ്റവും കൂടുതൽ ആണുങ്ങളുടെ ഒരു ഫീൽഡായിരുന്നു. അതിലേക്കാണ് പ്രീതിമ വരുന്നു, ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലൂടെ കടന്നു വരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ, അതായത് ഈ മിമിക്രി രംഗം ആഗ്രഹിച്ച പെൺകുട്ടികൾക്കാണെങ്കിൽ പോലും ഇൻസ്പയറിംഗ് ആയിട്ടൊരു ആളായിട്ട് പ്രീതിമ വന്നു. എങ്ങനെയായിരുന്നു ശരിക്കും തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? മിമിക്രിയിൽ വന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ആണ് ആദ്യമായിട്ടൊരു ശബ്ദം അനുകരിച്ച് നോക്കുന്നത്. അത് ഏതായിരുന്നു ആ ഒരു? അത് വേതാളത്തിന്റെ ശബ്ദം. അന്നത്തെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, വിക്രമാദിത്യനും വേതാളവും. അതിനകത്ത് വേതാളത്തിന്റെ ശബ്ദമാണ് ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പൊ അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക തരം ശബ്ദമാണ്. ജസ്റ്റ് ഒന്ന് അതൊന്ന് ചെയ്യാം, പക്ഷെ പേടിക്കരുത്. പേടിക്കരുതെന്നൊക്കെ ചെറുതായിട്ട്. അവളുടെ കഥ കഴിഞ്ഞു അല്ലേ മഹാരാജൻ? ദേ ഒരു കുമാരി കരഞ്ഞു കൊണ്ടുപോകുന്നു, നമുക്ക് എന്താണ് തിരക്കാം മഹാരാജ? കൈയടിക്കാതിരിക്കാൻ പറ്റുന്ന അത്ര പെർഫെക്ഷൻ. ഇതാണ് ഞാൻ ആദ്യമായിട്ട് 7th പഠിക്കുമ്പോൾ ചെയ്ത് നോക്കുന്നത്. അന്നേരം ഡെയിലി സീരിയൽ കാണുന്നത് കൊണ്ട് ഈ ശബ്ദം പെട്ടെന്ന് പഠിക്കാൻ പറ്റി. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഈ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഓരോരോ സൗണ്ടൊക്കെ ട്രൈ ചെയ്തു തുടങ്ങിയത്. പിന്നെയാണ് ഇങ്ങനെ കോമഡി ഉത്സവത്തിൻ്റെ പരസ്യം ടി വിയിൽ കാണുന്നതും ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നതും പോയി ചെയ്ത് പിന്നെ അന്നോട്ട് പിന്നെ ഇങ്ങനെ ഒരു ഇഷ്ടമായി തുടങ്ങി മിമിക്രി ചെയ്യാനായിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ആക്ട്രസിനാണെങ്കിലും ആക്ടേഴ്സിനാണെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പം അതായത് 1-2 ആൾക്കാരല്ല, എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു ഏകദേശം പെർഫെക്റ്റ് ആണ്. കാരണം നമ്മളിപ്പം വീഡിയോസ് കാണുന്ന സമയത്താണെങ്കിലും ഇപ്പം മൂവി ക്ലിപ്പൊക്കെ വെച്ചിട്ട് പ്രീതിമ ചെയ്യുന്നുണ്ട്, സ്പോട്ട് ഡബിങ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലാണെങ്കിലും കറക്റ്റ് എക്സാക്ട്ലി ആരാണ് നമ്മളൊന്ന് മാറി കഴിഞ്ഞാൽ കറക്റ്റ് സിനിമയിലെ അല്ലേ എന്നൊക്കെ. അപ്പം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നായിരുന്നു ARMലെ സുരഭി ചേച്ചീനെ ചെയ്തത്. ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. ഇനി എന്ത് പുതിയത് ചെയ്യാം എന്നാലോചിച്ച സമയത്താണ് ഇങ്ങനെ ARM സിനിമ റിലീസായി. പിന്നെ OTT വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആ മൂവിയുടെ ക്ലിപ്പ് എടുത്തിട്ട് സ്പോട്ട് ഡബിങ് ആയിട്ട് ചെയ്തത്. ARMൽ ഇപ്പം സുരഭി ചേച്ചിയുടെ ആണെങ്കിലും 2 ടൈപ്പ് വോയിസ് ഉണ്ടായിരുന്നു. കാരണം ഒന്ന് ഏജ്ഡ് ആയിട്ടുള്ളൊരു സുരഭി ചേച്ചീനെയും അതുപോലെ തന്നെ മാണിക്യത്തിൻ്റെയും. അപ്പോൾ ആ രണ്ടും വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യുന്ന ആളാണ് പ്രീതിമ. അപ്പോൾ നമുക്ക് ആ ഒരു ഷിഫ്റ്റ് ഒന്ന് ലൈവായിട്ടൊന്ന് ഈ ഏജ്ഡ് ആയിട്ടുള്ള ഇത് ആയിട്ട് ചെയ്യാം. ഓക്കെ. ഒരു കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചെലന്തിയുടെ ക്ഷമയും കുറുക്കൻ്റെ കെണിയും പഠിക്കണം. കൂട്ടുകൂടാൻ നല്ലത് കാക്കയും പൂച്ചയൊക്കെ തന്നെയാടാ. മാണിക്യത്തിൻ്റെ കേളുവിനെ പോലെ നിങ്ങൾക്കും വീരനായിക്കൂടെ? ഇത് നിങ്ങളുടെ ചൂട് കെട്ടിയ കരിയും. അപ്പോൾ ഈ മിമിക്രി രംഗത്തേക്കൊക്കെ കടക്കുക അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആരും പെട്ടെന്ന് ഒരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ സ്വീകരിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാത്തൊരിടത്തേക്കാണ് ഇപ്പം പ്രീതിമയാണെങ്കിലും വരുന്നത്. അപ്പം എങ്ങനെയായിരുന്നു പ്രീതിമ ഇത് വീട്ടിൽ പറഞ്ഞ സമയത്താണെങ്കിലും ഇതിന് ഫാമിലിയുടെ ഒരു സപ്പോർട്ട്? അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു, അമ്മയാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചത്. പിന്നെ അച്ഛന് വലിയ താല്പര്യം ഇല്ലായിരുന്നു. കാര്യം പെൺപിള്ളേരെങ്ങനെ മിമിക്രി കാണിക്കുക എന്നൊക്കെ പറയുന്നതും വേണ്ട എന്നുള്ളൊരു രീതിയിൽ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കലോത്സവത്തെ ടീച്ചേഴ്സൊക്കെ നിർബന്ധിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്, ആ ഒരു രീതിയിലേ കണ്ടുള്ളൂ. പിന്നെ ഇത് കോമഡി ഉത്സവമൊക്കെ വന്ന സമയത്ത് ഞാൻ പോകാൻ വേണ്ടിയിട്ട് കുറേ കാലമൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പോയ ചാനലിൽ പോയി ചെയ്യണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അച്ഛന് വലിയ അങ്ങോട്ട് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിപ്പിച്ച്
പറഞ്ഞ് അങ്ങനെ വിട്ടു. കൺവിൻസ് ചെയ്തൊക്കെയാണ് കോമഡി ഉത്സവത്തിൽ എത്തുന്നത്. ഞാൻ ചിലപ്പം ഏറ്റവും ആൾക്കാർക്ക് രജിസ്റ്റർ ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞു നോക്കും. പറഞ്ഞു നോക്കുമ്പോൾ ഓക്കെയാണ്, ഒരു 50% 60% ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനതൊന്ന് സെറ്റാക്കി എടുത്ത് ചെയ്യും. അങ്ങനെയാണ്. ഇപ്പം മിമിക്രി ആർട്ടിസ്റ്റ് പോലെ തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പം എങ്ങനെയൊക്കെയാണ് സിനിമകൾക്കൊക്കെ ഇപ്പം പോകുന്നുണ്ടോ? ഏതൊക്കെ സിനിമ ഡബ് ചെയ്തിട്ട് കുറേ ആയി. നേരത്തെ കുറേ സിനിമയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെ വേണ്ടി? ഞാൻ ആദ്യം ഈ ഡബിങ്ങിലോട്ട് വരുന്നത് സ്വാസികയ്ക്ക് വേണ്ടി ഒരു പരസ്യത്തിൽ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ ഈ കോമഡി സ്കിറ്റുകൾ, ഫിലിം അവാർഡ്സിൻ്റെയൊക്കെ സ്കിറ്റുകളൊക്കെ ഡബ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ സീരിയൽ ചെയ്തു. സീരിയൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ സിനിമയിലോട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വന്ന് അങ്ങനെ ചെയ്തു. രജിഷ വിജയന് വേണ്ടി ട്രാക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ നൈല ഉഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിനിമയിൽ ഡബ് ചെയ്തു. അങ്ങനെയൊക്കെ പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് സിനിമകളെല്ലാം മേഘ തോമസ് എന്ന് പറഞ്ഞിട്ടൊരു നായികയ്ക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമകൾ പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ന്യൂസ് ചാനൽ. അതായത് ഇപ്പം മാതൃഭൂമിയിലെ ഷാനിനെ ആണെങ്കിലും അല്ലെങ്കിൽ റിപ്പോർട്ടറിലെ സുജയ പാർവതിനെയൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ, അതായത് നമുക്ക് ഒന്ന് മാറി നിന്ന് ചിന്തിച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ തന്നെ അല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് പ്രീതിമ. അതുപോലാണ് അത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്നൊരു ന്യൂസ് റൂമിലേക്ക് പോയാലോ? സുജയയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന് സാർ എനിക്കൊരു ഗുരുവാണ്. യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തനത്തിലേക്ക്, അതായത് വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം NB നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരി റിപ്പോർട്ടറാണ്. സാറിൻ്റെ മീറ്റർ ടെസ്റ്റിലൊക്കെ എന്നെ ചെയ്തേക്കെ പറയും, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ, പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത്. ഷാനി, നേരിട്ടൊരൊറ്റ ചോദ്യം. ശ്രീ വി രാജേഷ്, നേരിട്ടൊരൊറ്റ ചോദ്യം. അസാം പൗരത്വ രജിസ്റ്ററിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള 19 ലക്ഷം പേരിൽ മുസ്ലിങ്ങളല്ലാത്ത 13 ലക്ഷം പേർക്കും ഇന്ത്യയിലെ നിയമം ബാധകമാകുമല്ലോ അല്ലേ? ഈ ന്യൂസ് ചാനൽ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വോയിസ് എനിക്ക് മാച്ച് ആവും. അതെങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സിനിമ അല്ല, കാരണം ഓൾറെഡി ന്യൂസ് ചാനലാണ്. അപ്പം അതെങ്ങനെയായിരുന്നു ഇതിലേക്ക് തിരിഞ്ഞത്? ഷാനി ചേച്ചിയുടേത് എനിക്കൊന്ന് സുജയ പാർവതിയുടെ ഈ അടുത്ത സമയത്ത് ഒരു റീല് കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഈ പറയുന്ന ഡയലോഗ് തന്നെ ഒരു റീലിനകത്ത് കണ്ടയാ. അപ്പോഴാണ് ഞാൻ ഷാനി പ്രഭാകർ ഓൾറെഡി ചെയ്യുന്നതാണല്ലോ, പുള്ളിക്കാരി അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. റിപ്പോർട്ടർ ചാനലിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു റിപ്പോർട്ടർ ആയതുകൊണ്ട് പുള്ളിക്കാരിയുടെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് കരുതി അങ്ങനെ ചെയ്തതാണ്. പുള്ളിക്കാരി എൻ്റെ വോയിസ് കേട്ടിട്ട് ഇത് കണക്ക് എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ വീഡിയോ അയച്ചു കൊടുത്തിട്ട് കേട്ടിട്ട് പറഞ്ഞു, എൻ്റെ ശബ്ദമൊന്നും അധികം ആരും ഇങ്ങനെ ഞാൻ കേട്ടിട്ടേ ഇല്ല. കാര്യം ഇടയ്ക്കിടയ്ക്ക് ഈ പുള്ളിക്കാരി ഇങ്ങനെ ബ്രീത്ത് എടുക്കും ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ. അത് ഭയങ്കര ഒരു പാടാണ്, ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ സംസാരം. അപ്പം ഞാനിത് ചെയ്തപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ മിമിക്രി, ഇപ്പോൾ പാട്ടുകാരെയൊക്കെ പോലെ തന്നെ ഇപ്പം സൗണ്ടിന് ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടാണ് അവരിപ്പോൾ ഓരോ പാട്ടുകൾക്ക് വേണ്ടിയൊക്കെ ആണെങ്കിലും, അതുപോലെ മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ ആണെങ്കിലും പല ശബ്ദങ്ങളിലേക്കൊക്കെ മാറേണ്ടതുണ്ട്. അതിന് ഓരോ സൗണ്ടുകളാണ്. അപ്പം ഇതിലേക്ക് പോകുമ്പം എന്തൊക്കെ രീതിയിലുള്ള ഡിഫിക്കൽട്ടീസാണ് ശരിക്കും ഈ വോയിസ് അറ്റേ മൊമെൻറ്റിലാണ് ശബ്ദങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യാറുണ്ടോ? ഇല്ല, വേറെ എനിക്ക് വഴങ്ങുന്ന ശബ്ദങ്ങളുണ്ടല്ലോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇതൊക്കെ ഇപ്പം പഠിച്ച സംഭവങ്ങളാണ്. ARM സുരഭി ചേച്ചിയുടെയൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പം വെറുതെ വീട്ടിൽ ഒരു പണിയില്ലാണ്ടിരിക്കുന്ന സമയത്ത് ഓരോരുത്തരെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷെ നേരത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോ സ്റ്റേജിലും പോയി, എനിക്കൊന്ന് എൻ്റെ ഓരോ സ്റ്റേജുകളാണെന്ന് തോന്നുന്നു എനിക്ക് റിഹേഴ്സലും പ്രാക്ടീസും കിട്ടുന്നതും. ഓരോ സ്റ്റേജിൽ പോയിട്ട് ചെയ്താണ് ഈ കുറേ പേരുടേത് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം പ്രാക്ടീസാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പം പ്രീതിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ മദർ കൂടിയാണ്. അപ്പം അതായത് ഗംഭീരമായിട്ട് തന്നെ ജീവിതത്തിലാണെങ്കിലും പോരാടി നേടിയതാണ് എല്ലാം. ഇപ്പം പറഞ്ഞ പോലെ മിമിക്രി ഫീൽഡ് ആണെങ്കിലും കടന്നു വന്നപ്പോൾ കൺവിൻസ് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് പറ്റിയ ഫീൽഡ് ഇതാണ്, അവിടേക്ക് പോയി. അപ്പം ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയൊക്കെയായിരുന്നു ഇതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ സന്തോഷത്തിലേക്കൊക്കെ വരാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത വെല്ലുവിളികളെയൊക്കെ നേരിട്ടത് എങ്ങനെയായിരുന്നു? അല്ല, എനിക്ക് ആരുടെ മുമ്പിൽ ഇങ്ങനെ തോറ്റു കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഫാദറും മദറും ഇല്ല. അമ്മ, ഞാൻ പറഞ്ഞില്ലേ 7th പഠിക്കുമ്പോഴാണ് മിമിക്രിയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ 7th വെക്കേഷനായപ്പോൾ അമ്മ മരണപ്പെട്ടു. പിന്നെ അച്ഛനായിരുന്നു നോക്കിയതൊക്കെ. പിന്നെ എൻ്റെ മാരേജിന് ശേഷം ഒരു 1 year കഴിഞ്ഞപ്പം അച്ഛന് പോയി. പിന്നെ അനിയനാണുള്ളത്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ കുഞ്ഞുണ്ട്. എനിക്ക്
ഇളയൊരു അനിയനുണ്ട്. അപ്പോൾ അവരെ ഞാൻ നോക്കിയല്ലേ പറ്റുള്ളൂ. അപ്പം ഞാനൊന്ന് ബോൾഡായിട്ട് നിന്ന് അവർക്കും കൂടെ ഒരു മനക്കെട്ടിയും ധൈര്യവും കൊടുക്കേണ്ടത് ഞാനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് ധൈര്യം സംഭരിച്ച് എൻ്റെ കാര്യങ്ങളും നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിലും എന്തായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷയുടെ പുറത്തായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മുൻകൂട്ടി ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ ലൈഫിനെ നമ്മൾ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ പ്രീതിമ ഇപ്പം എന്താണ് മുന്നിൽ കണ്ടിട്ടാണ് ആ ഒരു അവസ്ഥയിലൊക്കെ നാളെയെല്ലാം ശരിയാവും, അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു ഹോപ്പ് എലമെൻ്റ് എന്തായിരുന്നു? ഇപ്പം ഞാൻ ഈ കലാഫീൽഡിൽ നിന്നിട്ടൊക്കെയാണ് എൻ്റെ ഡബ്ബിങ് ഷോസ് കാര്യങ്ങളിൽ നിന്നുള്ള ഇൻകം കൊണ്ടാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നതൊക്കെ. അപ്പം അവരെ നല്ല രീതിയിൽ നല്ല നിലയ്ക്ക് എത്തിക്കുക എന്നുള്ള ഒരു വാശിയാണ് എനിക്ക്. അപ്പോൾ അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അതിനുവേണ്ടി അവൻ ട്രൈ ചെയ്യുന്നുണ്ട്, എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ് ഇപ്പോൾ. അപ്പം അതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങൾ. എനിക്ക് പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല, അവരുടെ എല്ലാ സ്വപ്നങ്ങളും അത്രേ ഉള്ളൂ. എല്ലാവരും പറയാറുണ്ട് സ്വന്തം കാര്യം നോക്കിയിട്ട് വേണം, ബ്രദറാണെങ്കിലും എത്രയൊക്കെ ആണെങ്കിലും സ്വന്തം കാര്യങ്ങൾ നോക്കണം, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേന്ന്. പക്ഷേ എനിക്കറിയത്തില്ല, എനിക്ക് അവരുടെ കാര്യങ്ങൾ, കുഞ്ഞിൻ്റെ കാര്യം, അനിയൻ്റെ കാര്യമൊക്കെയാണ് സെറ്റായി പോകുന്ന ആഗ്രഹിക്കുന്നത്. ഇപ്പം അതായത് ഇപ്പം മിമിക്രി പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും കോമഡി സ്കിറ്റുകൾ അങ്ങനെ എല്ലാം ഡബ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ അവസരത്തിൽ എപ്പോഴെങ്കിലും ഇപ്പോൾ നമ്മുടെ മൂഡ് എന്നൊക്കെ പറയത്തില്ല, ഇപ്പം മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ മിമിക്രിയൊക്കെ ചെയ്യുമ്പോൾ സ്റ്റേജിൽ ലൈവായിട്ട് പെർഫോം ചെയ്യുമ്പോഴോ പല കാര്യങ്ങളെ പറ്റി ഓർത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചത് എൻ്റെ അച്ഛൻ മരണപ്പെടുന്ന സമയത്ത് ഞാനൊരു സ്റ്റേജ് ഷോയിൽ നിൽക്കുന്ന ടൈമിലായിരുന്നു. അപ്പം അത് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു എന്ന് പറഞ്ഞില്ല, ഇങ്ങനെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തേക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ഗിന്നസിൻ്റെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു സ്റ്റേജിൽ വെച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ട് സിറ്റുവേഷൻസും ഒരേ സമയം ഇങ്ങനെ ഇപ്പം ലൈവായിട്ട് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ഒരുപാട് പേരുണ്ടാവുമല്ലോ ഇപ്പോൾ ലൈവായിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈവായിട്ട് സജഷനിലൊക്കെ പ്രീതിമ ഇത് ചെയ്യണം, ഈ ഒരു ആക്ടറിനെ ചെയ്യണം അല്ലെങ്കിൽ ആക്ട്രസിനെ ചെയ്യണം എന്നൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഏതായിരിക്കും? എനിക്കൊന്ന് ഭാവനയുടെ സൗണ്ട് ഞാൻ ചെയ്യുന്നതിൽ, ഭാവന, അനുശ്രീ അവരുടെയൊക്കെ ശബ്ദമൊക്കെ. എനിക്കൊന്ന് ഭാവനയുടെ പരിമളം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ പ്രീതിമ ആ ഒരു ക്യാരക്ടർ അങ്ങ് രജിസ്റ്റേർഡ്, ആ ഒരു ക്യാരക്ടർ സിനിമയിൽ തന്നെ രജിസ്റ്റേർഡ് ആണ്. അതിനുശേഷം അതിലെ ഡയലോഗ്സും, അപ്പോൾ അത് നമുക്ക് ആ ഒരു ഡയലോഗ് തന്നെ കേട്ടാലോ? ഫിലിപ്പോസ് അങ്കിളോ, ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ പത്മ അനിയത്തിയ, മിസ്റ്റർ കുഞ്ഞുവാള് സ്മാർട്ടാട്ടോ, എനിക്കിഷ്ടായി. അപ്പം എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള പെർഫോമൻസുകളൊക്കെ ഇപ്പം സ്പോട്ട് ഡബിങ് ആണെങ്കിലും ഇതൊക്കെ ഏതെങ്കിലും ഇപ്പം ഇനിയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ, മമത മോഹൻദാസ് അടക്കമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളെ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ഈ സമയത്തിനുള്ളിൽ ചെയ്തു തീർത്താണ് ഇത്ര. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇല്ലേ ഏറ്റവും കൂടുതൽ ഏതൊരു ആക്ടറിനെ ആണ് അല്ലെങ്കിൽ ആക്ട്രസിനെ ആയിരിക്കും അതായത് പാടായിട്ട്, അതായത് ഒത്തിരി ട്രൈ ചെയ്തു പക്ഷെ ലാസ്റ്റാണ് കിട്ടിയത്, പെട്ടെന്ന് കിട്ടാതെ ഏതെങ്കിലും? അത് KPC ലളിത മാമിൻ്റെ വോയിസ് തന്നെ ഇപ്പോഴും എനിക്കൊന്ന് പെർഫെക്റ്റ് ആക്കാനുണ്ട്. അത് ഈ പറഞ്ഞ കണക്ക് ഞാനൊരു സ്കിറ്റിന് വേണ്ടിയിട്ട്, മണിച്ചിത്രത്താഴിൻ്റെ ഒരു സ്പൂഫ് സ്കിറ്റിന് വേണ്ടിയിട്ടാണ് ഒരു ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ പോയി ചെയ്ത് നോക്കിയതാണ്. അപ്പം ഏകദേശമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ സീൻ എടുത്തിട്ട് ഒറിജിനൽ സാധനം ഒന്ന് സ്പോട്ട് ഡബ് ചെയ്യാൻ നോക്കി. അത് മാത്രം കുറച്ചൊരു ഇതായി, പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ കിട്ടും. പക്ഷെ അതിനനുസരിച്ചുള്ള സമയം സന്ദർഭവും വരണം റിഹേഴ്സലൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട്, ഇത്ര മിമിക്രി രംഗത്ത് ഏകദേശം ഇത്ര വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാൾ, അപ്പം ഇതിൽ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു പ്രഷ്യസ് മൊമെൻ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയൊരു നിമിഷം എന്നൊക്കെ ഇല്ലേ, അത് ഏതൊരു ഇൻസിഡൻ്റ് ആയിരുന്നു, ഏതൊരു മൊമെൻ്റ് ആയിരുന്നു ലൈഫിൽ? എനിക്ക് തോന്നുന്നു അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. കലാഭവൻ മണിച്ചേട്ടൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരമൊക്കെ കിട്ടിയായിരുന്നു. സമയത്തൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുറേ അവാർഡ്സ് ഒക്കെ കിട്ടി. ഇനി ട്രൈ ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള, അതായത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നാൽ എനിക്ക് ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ആക്ടറോ ഒരു ആക്ട്രസ് ചോദിക്കുകയാണെങ്കിൽ ആരായിരിക്കും? എനിക്കിനി മെയിൽ വോയിസ് ട്രൈ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കുറേ പേരുടെയൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ മനസ്സിലുണ്ട്. ആരൊക്കെയായിരിക്കും അത് ചെയ്യാൻ പറയരുത്, എനിക്കറിയാം. ഇല്ല, ഞാൻ പറയണില്ല ആരൊക്കെയായിരിക്കും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള, പ്രീതിമയ്ക്ക് ആഗ്രഹമുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ജനാർദ്ദനൻ സാറിൻ്റെത്, പിന്നെ ഉള്ളത് ലാൽ സാറിൻ്റെത്,
പിന്നെ കുറച്ച് പേരുടെ, പിന്നെ ജാഫ്രിഡിക്ക് ഇവരുടെ വോയിസുകൾ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ കോണ്ടന്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രീതിമ ചെയ്യുന്നത്. പേടിഎമ്മിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോസ് ഇപ്പോൾ പ്രീതിമയുടെ പേജിലാണെങ്കിലും മിക്ക എല്ലാ വീഡിയോസും ഇങ്ങനെ ട്രെൻഡിങ്ങിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്തൊക്കെ സ്കിറ്റോ കാര്യങ്ങളോ ഒക്കെ വരാൻ പോകുന്നുണ്ടോ? മിമിക്രിയിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണം ഇങ്ങനെ. അങ്ങനെ പുതിയ പുതിയ കണ്ടൻറ്റൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പെർഫോം ചെയ്യുക. സ്റ്റേജുകളിൽ ഒരുപാട് സ്റ്റേജുകളിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. സ്റ്റേജ് ഷോസ് ചെയ്യാനാണ് ഒരുപാട് ഇഷ്ടം. എന്നാലും ഇതുപോലെ തന്നെ ഞങ്ങളെ എൻ്റർടൈൻ ചെയ്ത് ഇതുപോലെ ഒരുപാട് പെർഫോമൻസുമായിട്ട് ഇനിയും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ താരമായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് പ്രീതിമ. താങ്ക് യു.